ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ അൾട്രാ കിറ്റ്. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കൊമാക്കിയസിയുടെ മൈലേജ് ടെസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റീഡിങ് കാര്യങ്ങളൊക്കെ എത്രയായി നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 31,902 കിലോമീറ്ററാണ് ഇപ്പോൾ വണ്ടി ഓടിയിട്ടുള്ളത്. ഫുൾ ചാർജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഓടിച്ചു തുടങ്ങാം. ഗൈസ്, പിന്നെ നമ്മളിതിനകത്ത് നമ്മളിതിൻ്റെ ബാറ്ററി ചാർജിങ് ടൈമും കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ. നമുക്കിതിൻ്റെ ബാറ്ററിക്ക് ചാർജിങ് ടൈമും കാര്യങ്ങളൊക്കെ വരുന്നത് 5 to 6 മണിക്കൂർ വരെയാണ് നമുക്ക് ചാർജിങ് ടൈമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഗൈസ്, പിന്നെ നമ്മളിതിനകത്ത് ഫുള്ള് വീഡിയോയിലും വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ശേഷം നമ്മൾ നോക്കുമ്പോൾ വീട്ടിൽ വന്ന് നോക്കിയ സമയത്ത് സൗണ്ടും കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കിട്ടിയിരുന്നില്ല. ഫുള്ള് പിൻ നോയ്സ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് സ്പീഡ് ചെക്കാണ് ചെയ്യുന്നത്. ടോപ്പ് സ്പീഡ് ഇപ്പം ചെക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത്ര ഏകദേശം 75 കിലോമീറ്റർ മാക്സിമം നമ്മളെ വണ്ടി പോയിട്ടുള്ളത്. 75 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ് എനിക്ക് കിട്ടിയത്. ഗൈസ്, ഇനി നമ്മളിപ്പോൾ അടുത്തന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ 3 മോഡിൽ 3 സ്പീഡാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് മോഡിലാണ് ഇട്ടിട്ടുള്ളത്. ഫസ്റ്റ് മോഡിൽ ഇപ്പോൾ നമുക്ക് പോകുന്ന കിലോമീറ്റർ സ്പീഡ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 32 കിലോമീറ്റർ വരെയാണ് നമുക്ക് പോകുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ ഇപ്പോൾ സെക്കൻഡ് മോഡ് ഇട്ടു. സെക്കൻഡ് മോഡ് ഇട്ട സമയത്ത് നമുക്ക് സ്പീഡ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 54 കിലോമീറ്ററാണ് മാക്സിമം പോയ സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ തേർഡ് മോഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 75 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ ചെക്ക് ചെയ്തില്ല. പിന്നെ അത്യാവശ്യം റോഡിൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം സ്പീഡും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ള റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളകപ്പാറ നേരെ കയറിയിട്ട് അവിടുന്ന് അമ്പലവയൽ ടൗണിൽ പോയിട്ട് അമ്പലവയൽ നേരെ മീനങ്ങാടി അങ്ങനെ ആ റൂട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 45 to 50 കിലോമീറ്റർ ആ റേഞ്ച് സ്പീഡിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. മാക്സിമം മൈലേജ് കിട്ടുമെന്നുള്ള ഇതിലല്ല ഓടിക്കുന്നത്. നമ്മളെല്ലാ ഇതിലും എല്ലാ ടെറൈനിലും കൂടെ നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ട്. കയറ്റം, പിന്നെ ഹൈവേ, സിറ്റി, പിന്നെ ട്രാഫിക്കുള്ള കണ്ടീഷൻ എല്ലാം, കട്ടർ റോഡ്സ് എല്ലാം നമ്മൾ ഓടിക്കുന്നുണ്ട്. അപ്പോൾ മിക്സഡ് ആയിട്ടുള്ളൊരു മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് കയറ്റത്തിൽ വണ്ടി നിർത്തിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗസിപ്പി കാണുന്ന ഈ കയറ്റാണ് അത്യാവശ്യം നല്ല വലിയൊരു കയറ്റാണ്. ഈ കയറ്റത്തിന് എങ്ങനെ വണ്ടി എടുക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുള്ള് ആക്സിലേറ്റർ പിടിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി മുന്നോട്ടേക്ക് മൂവ് ആവും. കണ്ടോ, മുന്നോട്ടേക്ക് ഇങ്ങനെ മൂവ് ആവും. ഞാനിപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം. ഒന്നുമില്ല, ആക്സിലേറ്റർ ഫുള്ള് ത്രോട്ടിൽ കൊടുക്കുക. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഈസി ആയിട്ട് ഇതുണ്ടോ മുന്നോട്ടേക്ക് പോകും. ഇത് അത്യാവശ്യം നല്ലൊരു കയറ്റാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഈ കയറ്റം വീഡിയോയിലൂടെ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് അത്യാവശ്യം നല്ല കയറ്റാണ്. വണ്ടി ഇപ്പോൾ ഏകദേശം 25 കിലോമീറ്ററോളം ആയിട്ട് ഓടിയിട്ടുണ്ട്. നോക്കാം നമുക്കിനി എത്ര കിലോമീറ്റർ കൊണ്ട് ഓടുന്നുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന അങ്ങോട്ട് പോകുന്ന റോഡാണ് എടക്കൽ കേവിലേക്ക് പോകുന്ന റോഡ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് അമ്പലവയൽ ടൗണിലേക്കാണ് പോകുന്നത്. ഈ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഗൈസ് ഇപ്പോൾ ഈ കാണുന്നത് കുറച്ചും കൂടെ നല്ലൊരു അടിപൊളി കയറ്റാണ്. അപ്പം ഇവിടുന്ന് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്കിത് വീഡിയോയിലൂടെ കാണുമ്പോൾ എത്രത്തോളം ഈ കയറ്റം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുണ്ട് ഈ കയറ്റം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ആക്സിലേറ്റർ കൊടുത്തിട്ട് ബ്രേക്കിൽ നിന്ന് എടുക്കുമ്പോൾ വണ്ടി ഇതാ കൃത്യമായിട്ട് കയറി പോകുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് കയറി പോകും. ഇത് അത്യാവശ്യം നല്ല കയറ്റമാണ് ഗൈസ്. ഗൈസ് ഇപ്പോൾ വണ്ടി ഇപ്പോൾ 40 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി എത്ര കിലോമീറ്റർ ഓടും നമുക്ക് നോക്കാം. ഗൈസ് നിങ്ങൾക്ക് എത്രത്തോളം കാണുമെന്ന് അറിയില്ല. 70.9 കിലോമീറ്റർ ഇപ്പോൾ വണ്ടി ഓടിച്ചു. ഗൈസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 94 കിലോമീറ്റർ ഓടി. നേരത്തെ 10 കിലോമീറ്റർ കാണിക്കണം. മനസ്സിലായി, ഞാൻ ചാവി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം റീസെറ്റ് ആയിട്ട് പോയതാണ്. 84.4 ഉണ്ടായിരുന്നത്. ഇപ്പോൾ 94.4 കിലോമീറ്റർ നമ്മൾ ഓടി. ഇനിയും ഒരു 30 കിലോമീറ്റർ ഓടുള്ള ചാർജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ വീഡിയോ കഴിയുമ്പോൾ ഓടിക്കഴിഞ്ഞ് ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. ഗൈസ് ഇപ്പോൾ വണ്ടി ഇപ്പോൾ 32,025 കിലോമീറ്റർ ഓടുന്നുണ്ട്. 31,902 കിലോമീറ്റർ ആയിരുന്നു നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പം 31,902 മൈനസ് 32,025 ചെയ്യുമ്പോൾ 123 കിലോമീറ്ററാണ് വണ്ടി നമുക്ക് ഓടിയിട്ടുള്ളത്. ഞാൻ എല്ലാ കാര്യവും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കനും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. പിന്നെ വീഡിയോയുടെ സജഷനും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമുക്ക് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും കമൻസൊക്കെയാണ് നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത്. മുന്നോട്ടുള്ള നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.